രാവിലെ തന്നെ എത്തിയോ? രാവിലെ ലക്ഷ്മി മോൾ വിളിച്ചപ്പോ കുഞ്ഞിന്നല്ലേ ഒരേ കരച്ചിലാണെന്ന് പറഞ്ഞല്ലോ. ഓ, അങ്ങനെ വലിയ കരച്ചിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുഞ്ഞിന്റെ അമ്മ കള്ളം പറയോ? പതിവിലും കൂടുതൽ കരഞ്ഞു, അത്രേ ഉള്ളൂ. കുഞ്ഞുങ്ങളാവുമ്പോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ. കുഞ്ഞുങ്ങൾക്ക് അതിനല്ലേ പറ്റുള്ളൂ. ഇപ്പൊ വയറുവേദനയാണെന്ന് ഇരിക്കട്ടെ, അപ്പൊ വയറുവേദനയാണെന്ന് കുഞ്ഞുങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ കരച്ചിലൂടെയാണ് അതുങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. അങ്ങനെ വയറുവേദന വരാൻ പ്രത്യേകിച്ചൊന്നും മോൾക്ക് കൊടുത്തിട്ടില്ലല്ലോ. എന്തായാലും എന്റെ പൊന്നുമോളെ ഞാനൊന്ന് കാണട്ടെ. കുഞ്ഞുങ്ങളെ എടുക്കുന്ന ചില രീതികളുണ്ട്, അതനുസരിച്ചിട്ട് എടുത്താലേ കുഞ്ഞുങ്ങൾ താനേ കരച്ചിൽ നിർത്തിക്കോളും. മോളെ കരയല്ലേ, കരയല്ലേടാ മോളെ, നീലമോളെ. അയ്യോ, എന്റെ മക്കള് ഭയങ്കര കരച്ചിലായിരുന്നോടാ. ഓ, അമ്മയെ വിഷമിപ്പിച്ചായിരുന്നോ? ഓ ഓ ഓ, പോട്ടെ 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 പോട്ടെ. ഓ ഓ ഓ, എന്റെ മോക്ക് രണ്ടമ്മമാരും പാലൊന്നും തന്നില്ലേടാ. അതുകൊണ്ടാണോ മോള് കരഞ്ഞോണ്ട് പരാതി പറയുന്നേ? നമുക്കേ തോട്ടിൽ കിടക്കാം. വാടാ വാടാ വാടാ. വാവോ 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 ഉണ്ണിയാരായോ തങ്കമാരായോ ഉണ്ണിയാരായോ എന്റെ പൊന്നോ മനക്കുരുന്നാരായോ. നോക്കിലേക്കേ, നേരത്തെ നമ്മൾ ആരെങ്കിലും ബെഡിൽ നിന്ന് എടുത്താ മോളെ എന്തൊരു കരച്ചിലായിരുന്നു. അതല്ലേ ഞാൻ പറഞ്ഞത്, കുഞ്ഞിനെ എടുക്കുന്നതിനൊക്കെ ഒരു വശമുണ്ട്. ഞാൻ എത്ര വർഷമായിട്ട് ഈ പണി തുടങ്ങിയതാ. കുഞ്ഞുങ്ങളുടെ സംസാരമാ അവരുടെ കരച്ചില്. അതെന്തിനു വേണ്ടിയിട്ടുള്ള കരച്ചിലാണെന്നേ ഞങ്ങളെ പോലുള്ള അമ്മൂമ്മമാർക്ക് കൃത്യമായിട്ട് അറിയാം.